2015 കെമിസ്ട്രി വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ചോദ്യപേപ്പറുകളുടെയും ഒപ്പം ക്ലാസ്സുകളുടെയും തുടർച്ച ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വർഷത്തെ ചോദ്യപേപ്പറിൽ പ്രത്യേകിച്ചും ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങളുടെ വളരെ ഒരു അതിപ്രസരം ഉണ്ടായ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യപേപ്പർ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ അനലൈസ് ചെയ്യേണ്ടതാണ്. ഒന്നാമത്തെ ചോദ്യം: വൈദ്യുത പ്രവാഹം എന്നത് ഇലക്ട്രിക് കറണ്ട് ഈസ് മോഷൻ ഓഫ് ഇലക്ട്രോൺസ് ഓൺലി, ഇലക്ട്രോണുകളുടെ പ്രവാഹം മാത്രമാണ്. മോഷൻ ഓഫ് പ്രോട്ടോൺസ് ഓൺലി, പ്രോട്ടോണുകളുടെ പ്രവാഹം മാത്രമാണ്. മോഷൻ ഓഫ് അയോൺസ് ഓൺലി, അയോണുകളുടെ പ്രവാഹം മാത്രമാണ്. ആൾ ദ എബോവ്, ഇവ എല്ലാമാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മുടെ വൈദ്യുത പ്രവാഹം എന്ന് പറയുന്നത് ഓർ ഇലക്ട്രിക് കറണ്ട് ഈസ് എ ചാർജ് കാരിയേഴ്സ് ആണ്. ചാർജ് വഹിക്കാൻ കഴിയുന്നവരുടെ പ്രവാഹമാണ്, അല്ലെങ്കിൽ ചാർജ് വഹിക്കുന്നവരുടെ പ്രവാഹമാണ് ഇലക്ട്രിക് കറണ്ട്. ചാർജ് വഹിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണ് നെഗറ്റീവ് ചാർജ് വഹിക്കാനുള്ള കഴിവുണ്ട്, അതേപോലെ തന്നെ പ്രോട്ടോണ് പോസിറ്റീവ് ചാർജ് വഹിക്കാൻ കഴിവുണ്ട്, അയോണുകൾക്കാണെങ്കിൽ പോസിറ്റീവ് ചാർജോ നെഗറ്റീവ് ചാർജോ വഹിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഇത് മൂന്നിൻ്റെയും പ്രവാഹമാണ് കൃത്യമായിട്ട് ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഇവയെല്ലാം എന്നാണ്. അപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇവയെല്ലാം എന്നുള്ള ഉത്തരമുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരവിടെ പ്രിഫർ ചെയ്യുന്ന ആൻസർ 99% ഇവയെല്ലാം എന്നായിരിക്കും. അപ്പോൾ അതൊന്ന് അങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ, ഇവയെല്ലാം എന്നുള്ള ഓപ്ഷൻ കാണുമ്പോൾ, ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഒന്നുകൂടി ജാഗ്രത പാലിക്കുക. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: കൃത്രിമ സിൽക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന ഫൈബർ ഏതാണ്? ദ ഫൈബർ വിച്ച് ഈസ് പോപ്പുലർലി നോൺ ആസ് ആർട്ടിഫിഷ്യൽ സിൽക്ക്. ബൂണ എസ് ഉണ്ട്, ബാക്കലൈറ്റ് ഉണ്ട്, നൈലോൺ ഉണ്ട്, റയോൺ ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രവേശിക്കുന്നത് പോളിമർ കെമിസ്ട്രിയിലേക്കാണ്. പോളിമർ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ പോളിമർ രസതന്ത്രം. വട്ട് യു മീൻ ബൈ പോളി? പോളി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? ബഹു എന്നാണ് അർത്ഥം. നമ്മുടെ പോളിഗൺ എന്ന് പറയാറുണ്ട്, അതായത് ബഹുഭുജം. പോളിടെക്നിക് എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളുണ്ട്, അതായത് ഒരുപാട് ടെക്നിക്കുകൾ പഠിക്കുന്ന സ്ഥലം. അപ്പോൾ പോളി മീൻസ് എന്ന് പറയുമ്പോൾ തന്നെ ബഹുഘടന ഉള്ള പദാർത്ഥങ്ങളാണ്, അതായത് സങ്കീർണ ഘടനയുള്ള പദാർത്ഥങ്ങളാണ് നമ്മൾ പോളിമർ കെമിസ്ട്രിയിൽ പഠിക്കുന്നത്. അതിൽ തന്നെ പ്രകൃതിജന്യമായി കാണപ്പെടുന്ന പദാർത്ഥങ്ങളുമുണ്ട്, എന്നാൽ ആർട്ടിഫിഷ്യൽ ഓർ സിന്തറ്റിക് ആയിട്ട് നിർമ്മിച്ച പദാർത്ഥങ്ങളുണ്ട്. പ്രകൃതിയിൽ കാണപ്പെടുന്ന ചില പോളിമർ രൂപങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് നമ്മുടെ സസ്യങ്ങളിലെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന സെല്ലുലോസ്, അതുപോലെ തന്നെ സ്റ്റാർച്ച്, അതുപോലെ തന്നെ റബ്ബർ. ഇതൊക്കെ പ്രകൃതിയിൽ കാണപ്പെടുന്ന ചില പോളിമറുടെ ഉദാഹരണങ്ങൾ മാത്രമാണ്. എന്നാൽ കൃത്രിമമായിട്ട് വ്യാവസായിക അടിസ്ഥാനത്തിൽ പരീക്ഷണങ്ങളിലൂടെ കൃത്രിമമായി നിർമ്മിച്ച ഒരുപാട് പോളിമറുകളുണ്ട്. വ്യാവസായികമായിട്ട് പല ഘട്ടങ്ങളിലും നമുക്ക് പ്രകൃതിജന്യമായവ പരിമിതപ്പെടുമ്പോൾ, തികയാതെ വരുമ്പോൾ ഇത്തരം പോളിമറുകളെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അതിൽപ്പെട്ട, അതായത് സിന്തറ്റിക് ഒരു ആർട്ടിഫിഷ്യൽ പോളിമേഴ്സാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് മുഴുവനും. ബ്യൂണ എസ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഓർ സിന്തറ്റിക് റബ്ബറാണ്. നമ്മുടെ റബ്ബറിന് പകരം ഉപയോഗിക്കാവുന്ന ആർട്ടിഫിഷ്യൽ ഓർ കൃത്രിമ ഓർ സിന്തറ്റിക് റബ്ബറാണ് ഏത്? ബ്യൂണ എസ് എന്ന് പറയുന്നത്. ബാക്കലൈറ്റ് എന്ന് പറയുന്നത് കൃത്രിമ പ്ലാസ്റ്റിക്കാണ്, അതായത് ലോകത്ത് തന്നെ ആദ്യമായിട്ട് നിർമ്മിച്ചെടുക്കപ്പെട്ട പ്ലാസ്റ്റിക്കാണ്, കൃത്രിമ പ്ലാസ്റ്റിക്കാണ് ബാക്കലൈറ്റ് എന്ന് പറയുന്നത്. നൈലോണും കൃത്രിമ പ്ലാസ്റ്റിക്കാണ്. നമ്മുടെ മീൻ വലകൾ ഒക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വലകളുടെ നിർമ്മാണത്തിന് വ്യാപകമായി ഉപയോഗിക്കുന്നതാണ് നൈലോൺ. റയോൺ എന്ന് പറയുന്നതാണ് ഈ വിഭാഗത്തിൽ നമ്മുടെ കൃത്രിമ സിൽക്ക് എന്നറിയപ്പെടുന്ന ഫൈബർ. ആർട്ടിഫിഷ്യൽ ഓർ സിന്തറ്റിക് സിൽക്ക് എന്ന് ആദ്യമായിട്ട് അറിയപ്പെടുന്ന ഫൈബർ എന്ന് പറയുന്നത്
റയോണാണ്. അതുപോലെ തന്നെ PVC ഉണ്ട്, പോളി വിനൽ ക്ലോറൈഡ്. നമ്മുടെ PVC പൈപ്പുകളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. പോളിത്തീൻ കേട്ടിട്ടുണ്ടായിരിക്കും. പോളിത്തീൻ കവർ എന്ന് പറയുമ്പോൾ PVCയും പോളിത്തീനും ഒക്കെ നമ്മുടെ കൃത്രിമ പ്ലാസ്റ്റിക്കുകളാണ്. പ്രത്യേകിച്ചും ഇവ തെർമോ പ്ലാസ്റ്റിക് വിഭാഗത്തിൽപ്പെട്ടതാണ്. അതായത് വീണ്ടും ചൂടാക്കിയിട്ട് വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന പ്ലാസ്റ്റിക്കുകളാണ് തെർമോ പ്ലാസ്റ്റിക്കുകൾ എന്നറിയപ്പെടുന്നത്. ആ വിഭാഗത്തിൽപ്പെട്ടതാണ് ഈ രണ്ട് പ്ലാസ്റ്റിക്കുകളും. അടുത്ത ചോദ്യം. അപ്പോൾ ഈ ചോദ്യം എന്ന് പറയുന്നത് എപ്പോഴും ഈ വിഭാഗത്തിൽ നിന്ന് ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. ഇവിടെയും ആവർത്തിച്ചു വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്രോമറ്റോഗ്രാഫിയുടെ അടിസ്ഥാന തത്വം എന്താണ്? ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ക്രോമറ്റോഗ്രാഫി. കഴിഞ്ഞ ഒരു 4 വർഷത്തെ ചോദ്യപേപ്പർ എടുത്താൽ 2 പ്രാവശ്യം ചോദിച്ചൊരു ചോദ്യമാണ്. ഇതും വളരെ ആവർത്തന സ്വഭാവമുള്ളവയാണ്. ക്രോമറ്റോളജി എന്ന് പറഞ്ഞാൽ വർണ്ണങ്ങളെ പറ്റിയുള്ള പഠനമാണ്. ആവർത്തന പട്ടികയിൽ ക്രോമിയത്തിന് പേര് കിട്ടിയിരിക്കുന്നത് ഈ വാക്കിൽ നിന്നാണ്. അതുപോലെ തന്നെ ഈ പ്രോസസ്സ് എന്ന് പറയുന്നത്, ഇതിൽ അതിശോഷണം എന്താ അഡ്സോർപ്ഷൻ. ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ക്രോമറ്റോഗ്രാഫി ഈസ് അഡ്സോർപ്ഷൻ അഥവാ അതിശോഷണമാണ്. എന്താണ് അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ, നമ്മുടെ കയ്യിലേക്ക് വെള്ളം വീഴുന്നു, വെള്ളം പെട്ടെന്ന് അത് ഒഴുകിപ്പോവും. എന്നാൽ എണ്ണ വീഴുന്നു, എണ്ണ ഇത്ര സ്മൂത്തായിട്ടത് ഒഴുകിപ്പോവില്ല. എന്നാൽ മഷി വീഴുന്നു, മഷിയാണെങ്കിലോ അവിടെ കൃത്യമായിട്ട് പതിഞ്ഞു നിൽക്കാനാണ് ശ്രമിക്കുക, ഒഴുകിപ്പോകുന്നതിനേക്കാളേറെ. നമ്മൾ പറയും ഇതിനാണ് ഇവിടെ അട്രാക്ഷൻ ഫോഴ്സ്, ഈ പ്രതലവുമായിട്ട് കൃത്യമായിട്ട് ചേർന്ന് നിൽക്കാൻ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതലുള്ളത്. അതായത് അഡ്സോർഷൻ പ്രോപ്പർട്ടി കൂടുതൽ ഇവിടെ മഷിക്കാണ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഒരു ബീക്കറിൽ നമ്മൾ മഷി കലർന്ന ജലം ഉണ്ടെങ്കിൽ, രണ്ടും കൂടി മിക്സ് ആയിരിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ നമുക്കറിയാത്ത 2 ദ്രാവകങ്ങളുടെ മിക്സർ ഉണ്ടെന്ന് കരുതുക. നമുക്കായിരിക്കും ഈ ഫിൽട്ടർ പേപ്പർ, ഈ ടെക്നിക്ക്, ഈ പ്രോപ്പർട്ടി ഉപയോഗിക്കാൻ കഴിയുന്ന പേപ്പർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, ഇൻസെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിൽ മഷിയും ജലവുമാണ് എന്ന് കരുതുകയാണ്. മഷി എന്ത് ചെയ്യും? വേഗം ഇതിൽ പറ്റിപ്പിടിച്ച് നിൽക്കാൻ ശ്രമിക്കും. എന്നാൽ ജലം കുറച്ചുകൂടി മുകളിലേക്ക് കയറി നിൽക്കും. അത് അഡ്സോർഷൻ പ്രോപ്പർട്ടി കൂടുതലുള്ള ദ്രാവകം വളരെ താഴെ തന്നെ നിൽക്കുകയും പേപ്പറിൻ്റെ അത് കുറവുള്ള ദ്രാവകം മുകളിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ നമുക്ക് ഈ ക്രോമറ്റോഗ്രാഫി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏതൊക്കെ പദാർത്ഥങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്ന മിക്സ്ചറിലുള്ളത് എന്ന് കണ്ടുപിടിക്കാൻ കഴിയും. അതാണ് കെമിസ്ട്രിയിൽ ക്രോമറ്റോഗ്രാഫി എന്ന് പറയുന്നത്. അതിന് സാധ്യമാക്കുന്ന പ്രോപ്പർട്ടി അതിശോഷണം അഥവാ അഡ്സോർപ്ഷൻ ആണ്. ചോദ്യം. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് എന്നിവയിൽ സാധാരണ ഉപയോഗിക്കുന്ന സെല്ല് ഏതാണ്? ദ സെൽ കോമൺലി യൂസ്ഡ് ഇൻ മൊബൈൽ ഫോൺസ് ആൻഡ് ലാപ്ടോപ്സ്. മെർക്കുറി സെൽ, ലിഥിയം അയൺ സെൽ, നിക്കൽ കാഡ്മിയം സെൽ ആൻഡ് ഡ്രൈ സെൽ. അപ്പോൾ മൊബൈലും ലാപ്ടോപ്പുമൊക്കെ ആധുനിക സംവിധാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിലുപയോഗിക്കുന്ന ബാറ്ററികളും നമ്മുടെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ബാറ്ററികളായിരിക്കും. ബാറ്ററി എന്ന് പറയുന്നത് വൈദ്യോർജ്ജം സംഭരിച്ചു വയ്ക്കുന്ന ഒരു സംവിധാനമാണ്, രാസോർജ്ജമായി സംഭരിച്ചു വയ്ക്കുന്ന ഒരു സംവിധാനമാണ്. ബാറ്ററിയിൽ പ്രത്യേകിച്ചും ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളാണ്. അതായത് ഇലക്ട്രോ എന്ന് പറയുമ്പോൾ വൈദ്യോർജ്ജം, കെമിക്കൽ എന്ന് പറയുമ്പോൾ രാസോർജ്ജം. ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ല് ആദ്യകാലത്ത് ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഘടനകൾ എന്ന് പറയുന്നത് ഇലക്ട്രോഡുകളും ഉണ്ടായിരിക്കും, ഒരു ഇലക്ട്രോലൈറ്റും ഉണ്ടായിരിക്കും. ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഇലക്ട്രോഡ് ഉണ്ടായിരിക്കും, നെഗറ്റീവ് ഇലക്ട്രോഡ് ഉണ്ടായിരിക്കും, പിന്നെ ഒരു ഇലക്ട്രോലൈറ്റ് ഉണ്ടായിരിക്കും. അങ്ങനെ ആദ്യത്തെ ഒരു ബാറ്ററി ഇൻട്രൊഡ്യൂസ് ചെയ്ത് 2 ശാസ്ത്രജ്ഞന്മാരുടെ പരീക്ഷണങ്ങളുടെ ഫലമായിട്ടാണ്, ഒന്ന് വോൾട്ട, ഒന്ന് ഗാൽവനിക്. ഈ 2 ശാസ്ത്രജ്ഞന്മാരുടെ പേരുമായിട്ട് ബന്ധപ്പെട്ടാണ്
ആദ്യത്തെ ഇലക്ട്രോ കെമിക്കൽ സെല്ലിനെ വോൾട്ടായിക് സെൽ അഥവാ ഗാൽവനിക് സെൽ എന്ന് പറയുന്നത്. എന്നാൽ അതിന് ശേഷം കുറച്ചുകൂടി വ്യാപകമായി ഉപയോഗിക്കാവുന്ന ഒരു ഇലക്ട്രോ കെമിക്കൽ സെൽ അല്ലെങ്കിൽ വോൾട്ടായിക് സെൽ ഗാൽവനിക് സെല്ലിൻ്റെ മറ്റൊരു രൂപം കണ്ടുപിടിച്ച് ഡാനിയലാണ്. അങ്ങനെയാണ് ഏറ്റവും പ്രചാരം നേടിയ ഇലക്ട്രോ കെമിക്കൽ സെൽ ഡാനിയൽ സെൽ എന്നാവുന്നത്. ഡാനിയൽ സെല്ല് കോപ്പറും സിങ്കുമാണ് അവിടെ ഇലക്ട്രോഡുകളായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നീട് ആ വിഭാഗത്തിൽ വരുന്ന ഒരു സെല്ലാണ് ലെക്ലാൻഷേ സെൽ. പിന്നീട് ഡ്രൈ സെൽ. അപ്പോൾ ഈ പറഞ്ഞ സെല്ലുകളുടെയൊക്കെ മറ്റൊരു പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ ഇവയൊക്കെ പ്രാഥമിക സെല്ലുകളാണ്, പ്രൈമറി സെൽസാണ്. പ്രൈമറി സെൽസ് എന്ന് പറഞ്ഞാൽ ഒരു വട്ടം ഉപയോഗിക്കാൻ പറ്റുള്ളൂ, പിന്നെ റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയില്ല. എന്നാൽ നമ്മൾ മറ്റ് ചില സെല്ലുകളുണ്ട്, അതായത് വീണ്ടും റീചാർജ് ചെയ്ത് ഉപയോഗിക്കാവുന്ന സെല്ലുകൾ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന മെർക്കുറി സെൽ നമ്മൾ വാച്ചിൽ ഉപയോഗിക്കുന്നതാണ്. വാച്ചിലും ചിലപ്പോൾ ക്ലോക്കിലൊക്കെ ഉപയോഗിക്കുന്ന, കാൽക്കുലേറ്ററിലൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് സെല്ലുകളാണ് മെർക്കുറി സെല്ലുകൾ. ഇതിനെ ബട്ടൺ ബാറ്ററി എന്ന് പറയും. ഇത് പ്രൈമറി സെല്ലാണ്, സെക്കൻഡറി അതായത് ദ്വിതീയ സെല്ലല്ല, വീണ്ടും ഉപയോഗിക്കാൻ കഴിയില്ല. രണ്ടാമത്താണ് ലിഥിയം അയൺ സെൽ. ഈ ലിഥിയം അയൺ സെല്ലും നിക്കൽ കാഡ്മിയം സെല്ലും വരുന്നത് ആധുനിക രംഗത്താണ്. ഇതിൽ ലിഥിയം അയൺ സെല്ലാണ് നിലവിൽ മൊബൈൽ ഫോണ്, ലാപ്ടോപ്പ്, അതുപോലെ തന്നെ ഇലക്ട്രിക് വെഹിക്കിൾസ്, ഇലക്ട്രിക് കാറുകളിലൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററി എന്ന് പറയുന്നത് ലിഥിയം അയൺ സെല്ലാണ്. എന്നാൽ ഇതിനു മുമ്പ് ഉപയോഗിച്ചിരുന്നത് നിക്കൽ കാഡ്മിയം സെല്ലായിരുന്നു. ലിഥിയം അയൺ സെല്ലുകളുടെ ആവിർഭാവത്തിന് മുമ്പ് ഉപയോഗിച്ചിരിക്കുന്നത്, ഇവയിലൊക്കെ ഉപയോഗിച്ചിരുന്നത് നിക്കൽ കാഡ്മിയം സെല്ലായിരുന്നു, മൊബൈലിലൊക്കെ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഈ നിക്കൽ കാഡ്മിയം സെൽ എന്ന് പറയുന്ന സെക്കൻഡറി സെല്ലിനെ, ഇത് സെക്കൻഡറി സെല്ലാണ്, പ്രൈമറി അല്ല, കവർ ചെയ്തിട്ട് പുറത്താക്കിക്കൊണ്ട് വ്യവസായ രംഗത്തേക്ക് കടന്നു വന്ന ആളാണ് ലിഥിയം അയൺ സെൽ. പ്രത്യേകിച്ചും ഇതിനേക്കാൾ ഭാരം വളരെ കുറവാണ് ലിഥിയം അയൺ സെല്ലിന് എന്നുള്ളതും ഊർജ സംഭരണ ശേഷിയൊക്കെ കൂടുതലുള്ളതാണ്. അതുകൊണ്ട് നിലവിൽ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് എന്നിവയിൽ സാധാരണ ഉപയോഗിക്കുന്ന സെല്ല് ലിഥിയം അയൺ സെല്ലാണ്. പിന്നെ ഡ്രൈ സെല്ലുണ്ട്. ഡ്രൈ സെൽ നമ്മൾ സാധാരണ ബാറ്ററിയിലും ഒക്കെ ഉപയോഗിക്കുന്ന പെൻസിൽ ബാറ്ററി പോലുള്ള സെല്ലാണ്. ഈ സെല്ല് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ? അതെ, ഇതൊരു പ്രൈമറി സെല്ലാണ്, ഇതൊരു സെക്കൻഡറി സെല്ലല്ല. ഇനി നമ്മൾ വൻതോതിൽ ഉപയോഗിക്കുന്ന ഒരു സെക്കൻഡറി സെല്ലുണ്ട്. ഈ കൂട്ടത്തിലേക്ക് വരാവുന്ന ഒരു സെക്കൻഡറി സെല്ലാണ് ലെഡ് ആസിഡ് സെല്ല്. ലെഡും ആസിഡും ആയിട്ടുള്ള സെല്ല്. ഈ സെല്ല് സാധാരണ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ ബാറ്ററികളിലാണ്. ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനും സ്റ്റാർട്ടിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് കറണ്ട് എനർജി സ്രോതസ് ആയിട്ടാണ് ലെഡ് ആസിഡ് സെല്ല് ഉപയോഗിക്കുന്നത്. റോഡ് തീരത്തും നഗരങ്ങളിലൊക്കെ റോഡ് സൈഡിൽ താമസിക്കുന്ന ആളുകൾക്ക് ലെഡ് മുഖാന്തരം ഉണ്ടാകുന്ന ഒരു അസുഖം നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, പ്ലംബിസം. ഈ അസുഖം കൂടുതലായിട്ട് വരാൻ ചാൻസ് വാഹനങ്ങളുടെ പുകയൊക്കെ ശ്വസിക്കുന്ന റോഡ് സൈഡിലൊക്കെ നിൽക്കുന്ന ആളുകൾക്കാണ് ഈ അസുഖം കൂടുതലായിട്ട് വരാനുള്ള ചാൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്ന് മാത്രമല്ല, ഈ ചോദ്യം കെമിസ്ട്രിയുടെ എല്ലാ പേപ്പറിലും ആവർത്തിച്ച് വരുന്ന ചോദ്യമാണ്. അതായത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും, ഓരോ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ആവർത്തിച്ച് വരുന്ന ചോദ്യമാണ്. അടുത്ത ചോദ്യം, കരിമ്പിൽ പഞ്ചസാരയുടെ 5 തന്മാത്രകളിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 5 മോളിക്യൂൾസ് ഓഫ് കെയിൻ ഷുഗർ ഈസ്. കഴിഞ്ഞ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ 2 തവണ ആവർത്തിച്ചു വന്ന ചോദ്യമാണിത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആവർത്തന സ്വഭാവമുള്ളത് കൊണ്ട് ശരിക്കും പഠിച്ചു വെക്കണം. കരിമ്പിലെ പഞ്ചസാരയാണ് നമ്മൾ സൂക്രോസ് എന്നറിയപ്പെടുന്നത്. സൂക്രോസ്
അല്ലെങ്കിൽ ടേബിൾ ഷുഗർ എന്നറിയപ്പെടും. എന്നാൽ നമ്മൾ പഴങ്ങളിലേക്ക് പഞ്ചസാരയുണ്ട്, അതാണ് ഫ്രക്ടോസ്. ഇപ്പോൾ കരിമ്പിൻ്റെ പഞ്ചസാരയുടെ തന്മാത്രാവാക്യം നമുക്കറിയാം, C12, H22 ആൻഡ് O11 എന്നുള്ളതാണ്. അപ്പോൾ എത്ര ആറ്റങ്ങളുണ്ട് ഇവിടെ? ഇവിടെ 12 ആറ്റം, 12 22 34, 34 10 44 45, 45 ആറ്റങ്ങൾ വന്നു. എത്ര തന്മാത്രയാണ് പറയണത്? 5 തന്മാത്ര. അപ്പോൾ ഇങ്ങനത്തെ 5 തന്മാത്രയുണ്ട്. അപ്പോൾ 5 ഗുണിച്ചു 5 × 50 250 വരും. 5 കമ്മിയായതുകൊണ്ട് 25 കമ്മിയാക്കാം. 250 25 കമ്മിയായി കഴിഞ്ഞാൽ 225 എന്നുള്ള ആൻസർ കിട്ടും. നമ്മൾ ഗ്ലൂക്കോസിൻ്റെ ആണെങ്കിൽ C6H12O6 ആണ്. C6H12O6. ഫ്രക്ടോസ്, ഗ്ലൂക്കോസൊക്കെ തന്മാത്രാവാക്യം C6H12O6 ആണ്. പക്ഷേ കഴിഞ്ഞ 2 വർഷവും ചോദിച്ചിരുന്നത് ഈ സൂക്രോസിൻ്റെ തന്നെയാണ്, ഈ തന്മാത്രാവാക്യം തന്നെയാണ് ചോദിച്ചത്. അടുത്ത ചോദ്യം ഇതുപോലെ തന്നെ എല്ലാ ചോദ്യ പേപ്പറിലും ആവർത്തിച്ച് വരുന്ന ചോദ്യമാണ്. 100% ഷുവറായിട്ടും ഈ മേഖലയിൽ നിന്ന് ചോദ്യം ചോദിക്കാവുന്ന ചോദ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് മൂലകത്തിൻ്റെ പ്രതീകമാണ് അതിൻ്റെ ലാറ്റിൻ നാമത്തിൽ നിന്നും എടുത്തിരിക്കുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെൻറ്റ്സ് ഹാസ് സിമ്പിൾ ഗിവൺ ഫ്രം ഇറ്റ്സ് ലാറ്റിൻ നെയിം? ക്ലോറിൻ, സൾഫർ, പൊട്ടാസ്യം, കാൽസ്യം. ആൻസർ നമുക്കറിയാം പൊട്ടാസ്യമാണ് ആൻസർ. ക്ലോറിൻ്റെ പേര് നിറവുമായി ബന്ധപ്പെട്ട, ക്രോമറ്റോളജി എന്ന് പറഞ്ഞ പോലെ തന്നെ, ക്രോമിയം പറഞ്ഞ പോലെ തന്നെ നിറവുമായി ബന്ധപ്പെട്ടതാണ് ക്ലോറിൻ. ക്ലോറിൻ്റെ പച്ച നിറം എന്നുള്ളതാണ് അർത്ഥം. അതേപോലെ തന്നെ പൊട്ടാസ്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ലെറ്റർ കെ ആണ്. അതായത് കാലിയം എന്ന വാക്കിൽ നിന്നാണ് പൊട്ടാസ്യം എന്നുള്ള വേർഡ് ഉണ്ടായത്. അപ്പോൾ ഈ പേരും ഈ ലെറ്ററും ഡിഫറൻ്റ് ആയിട്ടുള്ള മൂലകങ്ങളെയൊക്കെ നമ്മളൊന്ന് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കണം. ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് സോഡിയത്തിന് മുമ്പ് അതേ ഗ്രൂപ്പിൽ, പൊട്ടാസ്യത്തിന് മുമ്പ് അതേ ഗ്രൂപ്പിൽ മുകളിൽ വരുന്ന 11ാമത്തെ മെറ്റലായിട്ടുള്ള സോഡിയം ആണ്. Na എന്നാണ് സിമ്പൽ. സോഡിയം എന്നാണ് പേരെങ്കിലും Na ആണ് സിമ്പൽ. നാട്രിയം എന്ന വാക്കിൽ നിന്നാണ് ഈ സിമ്പൽ അതിന് കിട്ടിയിരിക്കുന്നത്. അടുത്തത് നമ്മൾ 19 പറഞ്ഞത് തന്നെയാണ്. ദറ്റ് ഈസ് പൊട്ടാസ്യം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. കെ ആണ്. കെ എന്നുള്ള വാക്കുണ്ടായിരിക്കുന്നത് കാലിയം എന്ന വാക്കിൽ നിന്നാണ് കെ എന്നുള്ള പ്രതീകം കിട്ടിയിരിക്കുന്നത്. അടുത്തത് 26ാമത്തെ മൂലകം എല്ലാവർക്കും അറിയുന്നതാണ്, വളരെ ഉപയോഗിക്കുന്ന രൂപമാണ്. ഇറ്റ് ഈസ് അയേൺ ആണ്. അയേണിന് ഫെറം എന്ന വാക്കിൽ നിന്നാണ് ആ പേര് കിട്ടിയിരിക്കുന്നത്. അടുത്തത് ഇതേപോലെ തന്നെ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു മെറ്റലാണ് 29 അറ്റോമിക് നമ്പർ ആയിട്ടുള്ള Cu, അതായത് കോപ്പർ. കോപ്പറിന് കുപ്രിയം എന്ന വാക്കിൽ നിന്നാണ് സിമ്പൽ കിട്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെ 47 വെള്ളിയാണ്, അതായത് സിൽവറാണ്. അറ്റോമിക സിമ്പൽ Ag എന്നാണ്. അർജൻറ്റം എന്ന വാക്കിൽ നിന്നാണ് വെള്ളിക്ക് ആ പേര് കിട്ടിയിരിക്കുന്നത്. അടുത്തത് 50ാമത്തെ നമ്മുടെ ടിന്നാണ്. Sn. സ്റ്റാനം എന്ന വാക്കിൽ നിന്നാണ് ടിന്നിന് ആ പേര് കിട്ടിയിരിക്കുന്നത്, സിമ്പൽ കിട്ടിയിരിക്കുന്നത്. അടുത്തത് 51ാമത്തെ മെറ്റലാണ്. ആൻറ്റിമണിയാണ്. Sb. സ്റ്റീബിയം എന്ന വാക്കിൽ നിന്നാണ് ആ സിമ്പൽ കിട്ടിയിരിക്കുന്നത്. അടുത്തത് 74 ആണ്. മെറ്റൽ വുൾഫ്രം ആണ്. ടങ്സ്റ്റൺ ആണ് വുൾഫ്രം എന്നറിയപ്പെടുന്നത്. W എന്ന വാക്ക് കിട്ടിയിരിക്കുന്നത്. അടുത്തത് 79 ആണ്. ഗോൾഡ് ആണ്. സിമ്പൽ AU ആണ്. ഓറം എന്ന വാക്കിൽ നിന്നാണ് ആ സിമ്പൽ ഇട്ടിരിക്കുന്നത്.
അടുത്തത് 80 HG ആണ്, മെർക്കുറിയാണ്. ഹൈഡ്രാർക്കിറം എന്ന വാക്കിൽ നിന്നാണ് ആ സിമ്പിൾ കിട്ടിയിരിക്കുന്നത്. അടുത്തത് 81 ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞ ലെഡാണ്. പ്ലംബം എന്ന വാക്കിൽ നിന്നാണ്, നമ്മൾ നേരത്തെ പ്ലംബിസം പറഞ്ഞു, ആ വാക്കിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. അതേപോലെ കാലിഫോർണിയ പേരിൽ നിന്ന് കിട്ടുന്ന, ഫ്രാൻസിൽ നിന്ന് കിട്ടിയ ഫ്രാൻസിയം, പ്ലൂട്ടോണിയം, നെപ്റ്റ്യൂണിയം, ഐൻസ്റ്റീനിയം, ക്യൂറിയം എന്നുള്ള പേര് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ മെറ്റൽസ് ഉണ്ട്. അതൊക്കെ പഠിച്ചു വയ്ക്കുക. ചോദ്യം: ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് എന്നാണ് ചോദ്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എപ്പോഴും ചോദിക്കുന്ന സെക്ഷനാണ്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് മാലിക് ആസിഡാണ്. നമുക്ക് അസറ്റിക് ആസിഡ് അറിയാം, വിനെഗറാണ്, വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ്. ലാക്റ്റിക് ആസിഡ് ലാക്ടോസുമൊക്കെ, ലാക്ടോമീറ്ററുമൊക്കെ പാലുമായി ബന്ധപ്പെട്ടതാണ്. സിട്രിക് ആസിഡ് നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ്. ഉറുമ്പിലടങ്ങിയിരിക്കുന്ന ആസിഡാണ് ഫോമിക് ആസിഡ്. റബ്ബർ ഘനീഭവിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡും ഫോമിക് ആസിഡാണ്. പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ടാർട്ടാറിക് ആസിഡ്. തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ടാനിക് ആസിഡ്. അങ്ങനെ കുറേ ആസിഡുകൾ നമ്മൾ പഠിച്ചു വയ്ക്കണം. ആസിഡുകളുമായി ബന്ധപ്പെട്ട് 2 ചോദ്യങ്ങളാണ് പിന്നീട് എപ്പോഴും ചോദിക്കാറുള്ളത്. ഒന്ന്, ആസിഡിൽ, എല്ലാ ആസിഡിലും അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണെന്ന് ചോദിക്കും, ഉത്തരം. അല്ലെങ്കിൽ മൂലകം ഏതാണെന്ന് ചോദിക്കും, ഉത്തരം ഹൈഡ്രജൻ. അതേപോലെ തന്നെ ആസിഡുകളും ലോഹങ്ങളും ആയി പ്രവർത്തിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകം ഏതാണെന്ന് ചോദിക്കും, അതിൻ്റെ ഉത്തരവും ഹൈഡ്രജൻ എന്നാണ്. ആ 2 ചോദ്യങ്ങളും ഇത് പഠിച്ചു വയ്ക്കുക, ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. അടുത്ത ചോദ്യം: അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന അലോഹം ഏതാണ്? ദ ലിക്വിഡ് നോൺ മെറ്റൽ അറ്റ് റൂം ടെമ്പറേച്ചർ ഈസ്. മെർക്കുറി എന്ന് പറയുന്ന ഉത്തരം എഴുതാൻ തോന്നും, പക്ഷെ മെർക്കുറി എന്താണ്? അലോഹമല്ല, ലോഹമാണ്. ലോഹം എന്നാണ് ചോദ്യമെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ ഹൈഡ്രാർഗിറം അഥവാ 80 അറ്റോമിക് നമ്പർ ആയിട്ടുള്ള നമുക്ക് മെർക്കുറി എഴുതാം. പക്ഷെ അലോഹം എന്ന് പറയുമ്പോൾ എഴുതേണ്ടത് ഏതാണ്? ക്രോമിനാണ് ആൻസർ. അപ്പോൾ സൾഫറിന് നമ്മുടെ ബഹു ആറ്റോമിക, പോളി ആറ്റോമിക് ആയിട്ടുള്ള എലമെൻ്റാണ്. സൾഫർ 8 ആറ്റങ്ങളാണ്. അതേപോലെ തന്നെ ഫോസ്ഫറസിൽ 4 ആറ്റങ്ങളാണ്. ഇത് 2 എപ്പോഴും ഓർത്തിരിക്കണം. അയഡിനുമായി ബന്ധപ്പെട്ട് നമുക്കെപ്പോഴും തൈറോക്സിനുമായിട്ട്, തൈറോയിഡ് ഗ്രന്ഥിയുമായിട്ട് ബന്ധപ്പെട്ട എലമെൻ്റാണ് മനുഷ്യ ശരീരത്തിൽ അയഡിൻ. അപ്പോൾ അയഡിൻ്റെ അപര്യാപ്തത കുറയ്ക്കാനാണ് നമ്മൾ അയഡിൻ അടങ്ങിയ ഉപ്പ് കഴിക്കണം എന്ന് നമ്മൾ പറയാറുള്ളത്. അതും ഒന്ന് ഓർത്ത് വയ്ക്കുക. ചോദ്യം: ഒട്ടിപ്പിടിക്കാത്ത പാചകപാത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്. ദ പ്ലാസ്റ്റിക് യൂസ്ഡ് ടു മേക്ക് നോൺ സ്റ്റിക്ക് കുക്ക്വെയർ ഇസ് സ്റ്റെർലിൻ, നൈലോൺ, പോളി അക്രൈലേറ്റ്, ടെഫ്ലോൺ. നമ്മൾ ഒരേ വിഭാഗത്തിനുള്ള ചോദ്യം വീണ്ടും റിപ്പീറ്റ് ചെയ്താണ് ഇവിടെ. നമ്മൾ പോളിമർ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട അതേ ഭാഗത്ത് നിന്ന് വീണ്ടും ഒരു ചോദ്യം ഇവിടെ ചോദിക്കുകയാണ്. അപ്പോൾ ഇതിൽ ആൻസർ നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള കൃത്രിമ പ്ലാസ്റ്റിക് തന്നെയാണ്. ഇത് സിന്തറ്റിക് പ്ലാസ്റ്റിക്, ഇതെല്ലാതും സിന്തറ്റിക് പ്ലാസ്റ്റിക്കുകളാണ്, കൃത്രിമ പ്ലാസ്റ്റിക്കുകളാണ്. നമുക്ക് ടെഫ്ലോണാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ടെഫ്ലോണിൻ്റെ ശരിക്കുമുള്ള സയൻറ്റിഫിക് നെയിം പോളി ടെട്രാ ഫ്ലൂറോ എഥിലിൻ എന്നാണ്. പോളി ടെട്രാ ഫ്ലൂറോ എഥിലിൻ എന്നാണ് ടെഫ്ലോൺ അറിയപ്പെടുന്നത്. ഹൃദയ വാൽവുകൾ കൃത്രിമമായിട്ട് നിർമ്മിക്കാനും ഈ പ്ലാസ്റ്റിക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഈ പോളി അക്രിലേറ്റ് ഇതേപോലെ തന്നെയുള്ള ഒരു പോളിമർ കോമ്പൗണ്ടാണ്. ഇത്
കോസ്മെറ്റിക്സിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥമാണ്. പ്രത്യേകിച്ചും പോളി ആക്രിലേറ്റ് ഈ പ്രളയ സമയങ്ങളിൽ വളരെ പ്രചാരത്തിൽ വരുന്ന ഒരു സാധനമാണ്. അതായത് സോഡിയം പോളി ആക്രിലേറ്റ് എന്ന് പറയുന്ന പദാർത്ഥമുണ്ട്. സോഡിയം പോളി ആക്രിലേറ്റ് ഇത് ഉപ്പ് പോലെ തന്നെ കാണുന്ന സമയത്ത് പരൽ രൂപത്തിലുള്ളൊരു പദാർത്ഥമാണ്. ഇത് ചളിയുള്ള സ്ഥലങ്ങളിൽ വിതറിക്കഴിഞ്ഞാൽ ആ ചളിയെ പെട്ടെന്ന് ഖരരൂപത്തിലാക്കിയിട്ട് ചളിയെ ആഗിരണം ചെയ്ത് ക്രിസ്റ്റൽ രൂപത്തിലാക്കാനുള്ള കഴിവുണ്ടായതുകൊണ്ട് ഇത് പ്രളയ സമയത്തിന് ശേഷമൊക്കെ വീടുകളിൽ വളരെ വ്യാപകമായിട്ട് ഉപയോഗിച്ചു വരുന്നു. പക്ഷേ പരിസ്ഥിതിക്ക് ദോഷമുള്ളൊരു സാധനമാണ് ഇതെന്നാണ് പറയുന്നത്. നൈലോൺ നമ്മൾ നേരത്തെ പറഞ്ഞു, മീൻ വലകളൊക്കെ ഉള്ളത്. അതേമാതിരി തന്നെ ടെർലിൻ, ഇതും ഒരു പ്ലാസ്റ്റിക് സിന്തറ്റിക് ഫൈബർ ആണ്. അടുത്ത ചോദ്യം, അൽനിക്കോ എന്ന ലോഹസങ്കരത്തിൽ ഇല്ലാത്ത ലോഹം ഏതാണ്? ദ മെറ്റൽ നോട്ട് പ്രസൻറ്റ് ഇൻ ദ അലോയ് അൽനിക്കോ. അൽനിക്കോ നമുക്കറിയാം, അൽനിക്കോ അലുമിനിയം ഇവിടെ ഉണ്ട്. നിക്കൽ ഇവിടെ ഉണ്ട്. കൊബാൾട്ടാണ്. പക്ഷേ കൊബാൾട്ട് ഇവിടെ കാണുന്നില്ല. എന്നാൽ ഇത് മൂന്നും കൂടാതെ തന്നെ ഈ ലോഹസങ്കരത്തിലുണ്ടാകാൻ ചാൻസുള്ള 2 മെറ്റൽസാണ്. ഒന്ന് കോപ്പറും ഒന്ന് ടൈറ്റാനിയവും. അപ്പോൾ അതുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. കോപ്പറും ടൈറ്റാനിയം മേ ബി ഇതിലുണ്ടാകാം. അതുകൊണ്ട് കോപ്പർ കൂടി നമുക്ക് ഇതിലേക്ക് വരുത്തണം. പിന്നീട് അയേൺ മാത്രമാണുള്ളത്. അപ്പോൾ ഇതിലില്ലാത്ത എന്ന് പറയുന്നത് അയേണാണ്. അടുത്ത ചോദ്യം, മുട്ടത്തോട് നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന വാതകം ഏതാണ്? ദ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് വെൻ എഗ് ഷെൽ റിയാക്ട്സ് വിത്ത് ഡയലൂട്ട് സൾഫ്യൂരിക് ആസിഡ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ മുട്ടത്തോട് എന്ന് പറയുന്നത് എന്താണ്? കാൽസ്യം കാർബണേറ്റ് ആണ്. CaCO3 കാൽസ്യം കാർബണേറ്റ്. കാൽസ്യം കാർബണേറ്റുകളായാലും സോഡിയം കാർബണേറ്റ് ആയാലും ഏത് കാർബണേറ്റുകളായാലും ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ HCl, H2SO4 ഏതുമായിട്ട് ആസിഡുമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ എപ്പോഴും പുറത്തുവിടുന്ന വാതകം എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും. നമ്മൾ മുമ്പൊന്ന് പഠിച്ചിട്ടുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ലോഹങ്ങൾ ആയിട്ട് മെറ്റൽസ് പ്ലസ് ആസിഡ് ലിബറേറ്റ് ചെയ്യുക എപ്പോഴും എന്തായിരിക്കും? ഹൈഡ്രജൻ ആയിരിക്കും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഓർത്തിരിക്കണം. പിന്നീട് എപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ഈ എക്സാമിൽ ചോദിക്കാറുള്ളതാണ്, നീറ്റുകക്ക, മിൽക്ക് ഓഫ് ലൈം, ചുണ്ണാമ്പ് വെള്ളം, മിൽക്ക് ഓഫ് ലൈം, ചുണ്ണാമ്പ് വെള്ളം, ഇതിലൂടെയൊക്കെ ഏത് വാതകം കടത്തിവിട്ടാലാണ് പാൽ നിറമാവുക എന്നുള്ള ചോദ്യം ചോദിക്കാറുണ്ട്. നമ്മൾ പറഞ്ഞ ചുണ്ണാമ്പ് വെള്ളം, മിൽക്ക് ഓഫ് ലൈം എന്ന് പറയുന്നത് എന്താണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡാണ്, CaOH2. അതിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം കടത്തിവിടുമ്പോഴാണ്, CO2 കടത്തിവിടുമ്പോഴാണ് നമുക്ക് അതിൽ എന്ത് ഫോം ചെയ്യുക? CaCO3 കാൽസ്യം കാർബണേറ്റ് ഫോം ചെയ്യുക. ആ കാൽസ്യം കാർബണേറ്റിൻ്റെ കളറായിട്ടാണ് അവിടെ പാൽ നിറം, വെളുത്ത കളർ അവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചു വയ്ക്കുക. എപ്പോഴും ഇത് ഏതെങ്കിലും ഒന്ന് ചോദിക്കുന്നതാണ്. അടുത്ത ചോദ്യം, സോഡിയം സാധാരണമായി മണ്ണെണ്ണയിലാണ് സൂക്ഷിക്കുന്നത്. കാരണം സോഡിയം ഈസ് യൂഷ്വലി കെപ്റ്റ് ഇൻ കെറോസിൻ. ദ റീസൺ ഈസ് ഫസ്റ്റ് വൺ, ടു റിമൂവ് ഇംപ്യൂരിറ്റീസ്. 1 മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ. 2 ടു ഇൻക്രീസ് ഹാർഡ്നെസ്, കാഠിന്യം കൂട്ടാൻ. ടു അവോയ്ഡ് മെൽറ്റിംഗ്, ഉരുകുന്നത് ഒഴിവാക്കാൻ. ടു അവോയ്ഡ് റിയാക്ഷൻ വിത്ത് എയർ ആൻഡ് മോയ്സ്ചർ,
വായു, ഈർപ്പം എന്നിവയുമായുള്ള രാസപ്രവർത്തനം ഒഴിവാക്കാൻ. നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സീരീസ് പറയാറുണ്ട്. നമ്മൾ സോഡിയവും പൊട്ടാസ്യവും ഒക്കെ ഏറ്റവും മുകളിലാണ്, ഇലക്ട്രോ കെമിക്കൽ സീരീസിൻ്റെ മുകളിലാണ് വരുന്നത്. അവ ഹൈലി റിയാക്റ്റീവാണ്. വായുവുമായിട്ടും ജലവുമായിട്ടും ഒക്കെ നേരെ വേഗം പ്രവർത്തിക്കും. അതുകൊണ്ടാണ് അവ മണ്ണെണ്ണയിലാണ് സൂക്ഷിക്കുന്നത് എന്ന് പറയുന്നതിൻ്റെ കാരണം. പിന്നീട് അവ വെള്ളത്തിൽ സൂക്ഷിക്കുന്നത് എന്താ വെച്ചാൽ സ്ഫോടന സ്വഭാവം ഉണ്ടാവേക്ക്. അതുകൊണ്ട് വെള്ളത്തിൽ സൂക്ഷിക്കാറില്ല. വെള്ളവുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. വെള്ളത്തിൽ സൂക്ഷിക്കുക എന്ന് പറയുന്നത് ഫോസ്ഫറസ് ആണ്. മെഴുകിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുക എന്ന് പറയുന്നത് ലിഥിയമാണ്. കൈവെള്ളയിൽ അതായത് വെച്ച് കഴിഞ്ഞാൽ ഉരുകി കാലിയാകുന്ന ലോഹം എന്ന് പറയുന്നത് ഗാലിയമാണ് എന്നുള്ളതൊന്നും കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഐസോബാറുകൾ ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഐസോബാർസ്? അപ്പോൾ ഐസോടോപ്പ് ഉണ്ട്, ഐസോബാർ ഉണ്ട്. നമുക്കറിയാം ഐസോടോപ്പ് എന്ന് പറയുന്നത് സെയിം അറ്റോമിക് നമ്പർ ആയിരിക്കും, ബട്ട് വാട്ട് ഹാപ്പൻ, ഡിഫറൻസ് ഇൻ മാസ് നമ്പർ. സെയിം അറ്റോമിക് നമ്പർ ആയിരിക്കും, ബട്ട് വാട്ട്, ഡിഫറൻസ് ഇൻ മാസ് നമ്പർ വ്യത്യാസമായിരിക്കും. ഐസോബാർ എന്ന് പറഞ്ഞാലോ സെയിം മാസ് നമ്പർ ആയിരിക്കും, ബട്ട് അറ്റോമിക് നമ്പർ ഈസ് ഡിഫറെൻറ്റ്. അറ്റോമിക് നമ്പർ എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ സെയിം എലമെൻ്റ് ആയിരിക്കും. പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഐസോടോപ്പ് മീൻസ് സെയിം എലമെൻറ്റ്. ഓക്സിജൻ്റെ ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ OOO സിമ്പൽ. ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് എന്ന് പറയുമ്പോൾ HH തന്നെയാണ് സിമ്പൽ. കാർബണിൻ്റെ ഐസോടോപ്പ് എന്ന് പറയുമ്പോൾ CC തന്നെയാണ് സിമ്പൽ. അതായത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് ഐസോടോപ്പാണ്. അപ്പോൾ ഇത് ഐസോബാർ അല്ല. ഇനി ബാക്കിയുള്ളതൊക്കെ ഡിഫറെൻ്റ്. അപ്പോൾ ഒക്കെ ചെക്ക് ചെയ്യണം. ഐസോബാർ സിയും ഓയുമാണ്, ഐസോറാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ എവിടെ മാത്രം നോക്കിയാൽ മതി? ഇവിടെ മാത്രം നോക്കിയാൽ മതി. ദറ്റ് ഈസ് സെയിം മാസ് നമ്പർ ബട്ട് ഡിഫറെൻ്റ് ഇൻ അറ്റോമിക് നമ്പർ. അപ്പോൾ നമുക്ക് കിട്ടി ഇത് സെയിം മാസ് നമ്പറും ഡിഫറെൻ്റ് അറ്റോമിക് നമ്പറും ആയതുകൊണ്ട് ഇതാണ് ഐസോബാറുകൾ എന്ന് പറയപ്പെടുന്നത്. മനസ്സിലാക്കുക, ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ സെയിം എലമെൻ്റ് ആയിരിക്കും, ഐസോബാർ എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് എലമെൻ്റ് ആയിരിക്കും. അടുത്ത ചോദ്യം, ഒലിയം നിർമ്മിക്കുന്നത്. ഒലിയം ഈസ് പ്രിപ്പയർഡ് ബൈ ഡിസോൾവിങ് SO2 സൾഫർ ഡയോക്സൈഡ് ഇൻ വാട്ടർ. SO2 വെള്ളത്തിൽ ലയിപ്പിച്ച് ഡിസോൾവിങ് സൾഫർ ട്രയോക്സൈഡ് ഇൻ കോൺസെൻട്രേറ്റ് H2SO4 സൾഫ്യൂരിക് ആസിഡ്. SO3 ഗാഢ സൾഫ്യൂരിക് ആസിഡ് ലയിപ്പിച്ച് മിക്സിംഗ് കോൺസെൻട്രേറ്റ് HCl ആൻഡ് കോൺസെൻട്രേറ്റ് HNO3 ഗാഢ HCl ഗാഢ HNO3 ഇവ കൂട്ടിക്കലർത്തി. ഓപ്ഷൻ കറക്റ്റ് ഓപ്ഷൻ സൾഫർ ട്രയോക്സൈഡ് ഗാഢ സൾഫ്യൂരിക് ആസിഡിൽ ലയിപ്പിച്ചിട്ടാണ് നമ്മുടെ ഒലിയം നിർമ്മിക്കുന്നത്. ഒലിയം നിർമ്മിക്കുന്ന പ്രോസസ്സ് കോണ്ടാക്റ്റ് പ്രോസസ്സാണ്. കോണ്ടാക്റ്റ് പ്രോസസ്സ് മലയാളത്തിൽ പറയുമ്പോൾ സമ്പർക്ക പ്രക്രിയ എന്ന് പറയും. H2SO4 സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നതും ഏത് പ്രക്രിയയാണ്? സമ്പർക്ക പ്രക്രിയയാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.